ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ? മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ജീവിക്കുമ്പോൾ ആ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക. എന്താ പറഞ്ഞ മനസ്സിലായോ? എന്താ പറഞ്ഞത്? ചിലരെങ്ങനാണെന്നറിയോ? പരലോകത്ത് മോക്ഷത്തിന് വേണ്ടിയിട്ടിരിക്കുക എപ്പോഴും. ഓ ഭഗവാനെ നാരായണ, അതപ്പതനവേ. നമ്മൾ എഴുതുന്നത് ABCD എന്ന് എഴുതും അല്ലേ? ഇല്ലേ? ഇൻ ബിറ്റ്വീൻ B ആൻഡ് D C ഇല്ലേ? ബിയുടെയും ഡിയുടെയും ഇടയ്ക്കാണ് എന്ത് കിടക്കണേ? C. ഈ സായിപ്പിന് ഇതെടുത്ത് ആദ്യം ഇടാറുന്നല്ലോ, സായിപ്പ് അത് ഇട്ടില്ലല്ലോ. എന്താ അങ്ങനെ ഇടാങ്ങേ? സായിപ്പ് ശകലം കൂടെ ചിന്തിച്ചു. എന്താണെന്നറിയാവോ? സായിപ്പ് ചിന്തിച്ചത് എന്താണെന്നറിയോ? ജീവിതം എന്ന് പറയുന്നത് ലിവിങ് ഇൻ ദ മൊമെന്റ് ആണെന്ന് അവനും മനസ്സിലായി. അതുകൊണ്ട് അവൻ B ഫോർ ബർത്ത് എന്നും D ഫോർ ഡെത്ത് എന്നും ഇട്ടിട്ട് അതിൻ്റെ നടുക്കോട്ട് C ഫോർ ചോയ്സ് എന്നും ഇട്ടു. മനസ്സിലായോ? എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ നിശ്ചയിക്കുക. നമ്മൾ തന്നെയാണ് നമ്മുടെ ഡെസ്റ്റിനി. മനസ്സിലായോ? അപ്പൊ ഭഗവാൻ പൂവത്തൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, കല്യാണി അമ്മേ, സ്വർഗം വേണോ നരകം വേണോ? ആട്ടെ, ഇപ്പൊ കല്യാണി അമ്മ നമ്മളാണെന്ന് കരുതുക. പൂവത്തൂരപ്പനോട് എന്ത് പറയും? ഞാൻ പറയാം, എൻ്റെ പൊന്നു നമ്പരാനെ രണ്ടും വേണ്ട എനിക്കെന്ന് പറയും. ശ്രദ്ധിക്കേണ്ട വിഷയം, പൂവത്തൂരപ്പനോട് പറയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഭഗവാനെ സ്വർഗവും എനിക്ക് വേണ്ട, നരകവും എനിക്ക് വേണ്ട. പ്രഹ്ലാദൻ ചോദിച്ച പോലെ ചോദിക്കണം. എന്താണെന്നറിയാമോ? തൃപ്പാദത്തിൽ അടിയൻ അചഞ്ചല ഭക്തിയെ തന്നനുഗ്രഹിക്കുക. പത്മാനന്ദ സ്വാമികൾ പാടിയ പോലെ, ഭക്തിയെ തരൂ, ഭക്തിയെ തരൂ, ഭക്തിയല്ലാതെ മറ്റൊന്നും വേണ്ട. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേക്കണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശ രൂപനെ വണങ്ങണം. ഇല്ലേ? എത്ര സുന്ദരമായിട്ട് എഴുതി വെച്ചിരിക്കണേ. അങ്ങനൊക്കെ എഴുതാൻ നമ്മുടെ പൂർവികർക്ക് പറ്റി. അതാണ് അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. ഇല്ലേ? ഈശ്വര ഭജനം എന്താണെന്ന് നല്ല സുന്ദരമായിട്ട് പറഞ്ഞു. ഇതാ, നല്ല വാക്കു ചൊല്ലണം. അടുത്ത വരി, നന്മ ചെയ്തുവാൻ. എല്ലാ ദിവസവും ആചാര്യം വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞത് പാടിക്കില്ലേ? അത് മാത്രമേ ഉള്ളൂ നമ്മുടെ അവസ്ഥ. അതീന്ന് മാറണം. ഏതീന്ന് മാറണം? അത് ചൊല്ലരുതെന്നല്ല പറഞ്ഞത്, അതാവണം നമ്മുടെ പ്രവൃത്തിയിൽ. ചിലർ ആത്മീയത എന്ന് കരുതിയിരിക്കുന്നത് അടുത്ത വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പറയാറുണ്ട്, മഞ്ഞപ്പിത്തം പിടിച്ചവൻ എന്തു കണ്ടാലും എന്തായിരിക്കും? എല്ലാം മഞ്ഞയായിരിക്കും. ഞാൻ ചെയ്യുന്നത് ഇതുകൊണ്ടായത് കൊണ്ട് മറ്റവരും എന്തായിരിക്കും ചെയ്യുക? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് 2 ദിവസം മുമ്പേ സൂചിപ്പിച്ച്, ചിലർക്ക് എന്താണെന്നറിയത്തില്ല, ഡ്രോയിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊക്കെ സ്കൂളിലൊക്കെ ഡ്രോയിങ് പഠിക്കും ഇല്ല, എങ്ങനെ പേപ്പറിൻ്റെ പുറത്ത്. ചിലർ ഡ്രോയിങ് പഠിക്കുന്ന മുട്ടയുടെ പുറത്താണ്. ചിലർ ഡ്രോയിങ് പഠിക്കണത് വേറെ ചില സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് ഇത് കൊണ്ട് അയലൊക്കത്തിടുക. എന്തൊരു മനസ്സുഖ കിട്ടുന്നത്! ഇവിടുത്തെ കാര്യമല്ല. പറഞ്ഞാൽ മനസ്സിലാ.